ഇതിൽ ചാർജ് ഇല്ല, ഓഫായി പോയി. ഗംഗ, നീ പേടിക്കണ്ട. തൃച്ചംബരത്തൊരു കള്ളൻ കയറിയിട്ടുണ്ടെങ്കിൽ അതവന്റെ അവസാനത്തെ മോഷണ ശ്രമമായിരിക്കും. നീ ധൈര്യമായിട്ടിരിക്കെ. ഞാനല്ലേ പറയുന്നത്. പോയി കിടന്നുറങ്ങ്. പോ. എന്നാലും ആരായിരിക്കും ഇത്ര ധൈര്യത്തോടെ നിന്റെ റൂമിലേക്ക് വന്നത്? ഗംഗെ, നീ പേടിക്കണ്ട. ഇതിനകത്ത് കയറിയ കള്ളൻ ആരാണെങ്കിലും അത് കണ്ടുപിടിച്ചിരിക്കും. എല്ലാരും സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ പുറത്തൊക്കെ ഒന്ന് നോക്കട്ടെ. ഗംഗെ, സൂക്ഷിക്കണം. നിന്റെ ഈ മൊബൈൽ ഇപ്പൊ സ്വിച്ച് ഓഫ് ആയില്ലായിരുന്നെങ്കിൽ നീയും പ്രിയങ്കയുമായിട്ടുള്ള ബന്ധം ആനന്ദ് കണ്ടെത്തിയനെ. ഒരുപക്ഷെ ഇനി മൊബൈൽ എടുത്ത കള്ളന് അത് തന്നെയാണ് ലക്ഷ്യമെങ്കിലോ? കല്യാണി, വല്യുഞ്ഞേ, നീ എന്താ ഈ രാത്രിയിൽ മുറ്റത്തിറങ്ങി നടക്കുന്നത്? ഉറക്കം വന്നില്ലേ കല്യാണി? ഇല്ല വല്യുഞ്ഞേ, കണ്ണടയ്ക്കുമ്പോ പേടിപ്പെടുത്തുന്ന ചില രൂപങ്ങൾ മുന്നിൽ വന്ന് കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് പോലെ ഒരു നാളും ഇല്ലാത്തൊരു പേടി ഇന്നെനിക്ക് തോന്നുന്നു. അല്ലെങ്കിലും പേടിപ്പെടുത്തുന്ന രാത്രികൾക്ക് അല്പ ആയുസ് കൂടുതലാ. എന്താ കല്യാണി ഇതൊക്കെ? ഏത് രാവിനും സൂര്യൻ ഉദിക്കുന്നത് വരെ ആയുസ് ഉണ്ടാവും അറിയില്ല കല്യാണിക്ക്? അറിയാം, നന്നായിട്ടറിയാം. പക്ഷേ നാളത്തെ സൂര്യോദയത്തെ എനിക്ക് ഭയമാണ് വലിയുഞ്ഞേ. കല്യാണി, അതെ വലിയുഞ്ഞേ, വലിയ പഠിപ്പും പത്രാസൊന്നും ഇല്ലേ കല്യാണിക്ക്. പക്ഷെ ഒന്നുണ്ട്, എന്റെ വലിയ കുഞ്ഞിനോടുള്ള സ്നേഹം മാത്രം നിറഞ്ഞ ഉറച്ച ഒരു മനസ്സ്. ഈ കഴുത്തിൽ എന്റെ വലിയ കുഞ്ഞ് കെട്ടിയ താലിയിട്ടുകൊണ്ട് തമാശയ്ക്കാണെങ്കിൽ പോലും മറ്റൊരാളിന്റെ ഭാര്യയായിട്ടിരിക്കാൻ പറ്റില്ല എനിക്ക്. വിധിയുടെ പേരിലുള്ള വേഷം കെട്ടൽ എനിക്കിനി വയ്യ, മടുത്തു എനിക്ക്. ഇനി എന്റെ വിധി ഞാൻ തീരുമാനിക്കും. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഏയ്, പാടില്ല. അങ്ങനെ അയാൾ തോൽക്കുന്നത് വിധിയായിരിക്കില്ല, മറിച്ച് തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണനായിരിക്കും. നിനക്കെന്റെ വാക്കുകളെ വിശ്വാസമില്ലേ കല്യാണി? നീ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഡെമ്മി താലി മാറ്റുമ്പോ ആ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് ഞാൻ തന്നെയായിരിക്കും. ആരായിരിക്കും മുറിയിൽ കയറിയത്? ഏതായാലും കള്ളനാവാൻ വഴിയില്ല. ഞാൻ ആരാണെന്ന് അറിയാനുള്ള തെളിവ് തേടി വന്നതാവും. സൂക്ഷിക്കണം. മുറിയിൽ കള്ളം വന്നൊന്നും പറഞ്ഞ് എല്ലാരെയും വിളിച്ച് ഉണർത്തിയിട്ട് ഇവള് വെളിയിൽ ഇറങ്ങി ഉലാത്തുന്നോ? ഗംഗെ, ആന്റി, മുറിയിൽ വന്നത് ആരായിരിക്കും ആലോചിക്കുകയായിരിക്കും അല്ലേ? ഇത്രയും സെക്യൂരിറ്റി ഉണ്ടായിട്ടും കള്ളൻ അകത്ത് കയറി രക്ഷപ്പെട്ടല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ആന്റി, ദേ അങ്ങോട്ട് നോക്കി.
നാളെ ഞാനുമായിട്ട് നിശ്ചയം നടക്കാനുള്ള ആനന്ദമായിട്ട് സല്ലപിക്കുന്നു അവള്. അവളെ ഞാൻ ഗംഗേ, എടുത്തു ചാടി അബദ്ധമൊന്നും കാണിക്കരുത്. നിശ്ചയം ഒന്ന് കഴിയട്ടെ, അതിനുശേഷം അടുക്കളക്കാരിയെ പച്ചയ്ക്ക് കൊളുത്താൻ നമുക്ക്. പ്രിയങ്കയെ ഒന്ന് വിളിച്ചാലോ? ഇപ്പൊ വേണ്ട, നാളെ നേരെ ഒന്ന് വെളുക്കട്ടെ. ഏതായാലും നിശ്ചയത്തിന് നമ്മളൊന്ന് കരുതിയിരിക്കണം. പറഞ്ഞോളൂ. കല്യാണി വിശ്വസിക്കുക, നാളെ നടക്കാൻ പോകുന്നത് നമ്മൾ തമ്മിലുള്ള നിശ്ചയമാണ്. ആ നിശ്ചയം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. നീ വാ. ഇപ്പൊ ധൈര്യമായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ലേ. എന്നാലും ഞാൻ അതല്ല ചേച്ചി ആലോചിക്കുന്നേ. ആ മൊബൈൽ കൈ കിട്ടിയതാ, പാസ്വേഡ് അറിയാതെ പോയി. അത് ഓപ്പൺ ആക്കാൻ നോക്കിയതാ, അപ്പൊ തന്നെ ആ ഗംഗ മുമ്പിൽ അവതരിച്ചു. ഏതായാലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. നിന്നെ അവര് കണ്ടിരുന്നെങ്കിലേ ആകെ പ്രശ്നമായനെ. ബെഡ്ഷീറ്റ് വെച്ച് മുഖം മറിച്ചതുകൊണ്ട് ആളറിഞ്ഞില്ല. അല്ല ചേച്ചി, ഇനി ആ ക്യാമറയിൽ എങ്ങാനും പതിഞ്ഞിട്ടുണ്ടാവുമോ എന്നാ എന്റെ സംശയം. അത് നീ പേടിക്കണ്ട, ക്യാമറകളെല്ലാം വല്യുകുഞ്ഞ് ഓഫാക്കിയിട്ടിരിക്കുക. എന്ന് വെച്ച് ഇനി ഈ പരിപാടി നമുക്ക് വേണ്ട കേട്ടോ. ആ നീരജുമായിട്ടുള്ള നിശ്ചയം ഉറപ്പിച്ചിട്ടും ചേച്ചിയുടെ മുഖത്ത് അതിന്റെ ഒരു ഇഷ്ടക്കേടും കാണുന്നില്ലല്ലോ. നിശ്ചയത്തിനൊന്നും ഞാനില്ല, പറഞ്ഞേക്കാ. എടാ അനിയൻകുട്ടാ, വല്യുകുഞ്ഞ് പറഞ്ഞത് നടക്കാൻ പോകുന്നത് ഫലത്തിൽ ഞാനും വല്യുകുഞ്ഞും തമ്മിലുള്ള നിശ്ചയാണെന്നാ. അതെങ്ങനെ? അതൊക്കെ വല്യുകുഞ്ഞിനെ അറിയൂ. ചുമ്മാതല്ല ചേച്ചിയുടെ മുഖത്തൊരു സന്തോഷം. അങ്ങനെ വരട്ടെ. എന്നാ ഞാനും വരും നിശ്ചയത്തിന്. കല്യാണി, അച്ഛൻ. രണ്ടുപേരും സന്തോഷത്തിലാണല്ലോ. മോളെ, നിശ്ചയത്തിന് മോതിരം മാറ്റലൊന്നും വേണ്ടാന്ന് വെച്ചു. ഒന്നാമത് 2 ആഴ്ചക്കകം കല്യാണല്ലേ. ഇപ്പൊ ഇരുവരുടെയും ജാതകം പരസ്പരം കൈമാറുന്നു, അത്ര തന്നെ. ലളിതമായൊരു ചടങ്ങ്. അച്ഛന് ചായ എടുക്കാൻ ഞാൻ. നിക്ക് മോളെ, നിന്റെ മനസ്സ് അച്ഛൻ അറിയാഞ്ഞിട്ടല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങള്. വിധിച്ചതേ നടക്കൂ എപ്പോഴും. ജീവിതം അങ്ങനെയാ. അതെ അതെ, നിശ്ചയത്തിന്റെ കാര്യത്തിലും അതെ. നമ്മളൊന്ന് വിചാരിക്കും, വേറൊന്നും നടക്കും. നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ. കൂടുതൽ ആലോചിച്ചിട്ട് ഈ കുഞ്ഞു തല ഇപ്പോഴേ ചൂടാക്കണ്ട. ഞാനിന്ന് കുളിച്ചിട്ട് വരാം. മോൾ അത്താഴം മടുപ്പിയൊക്കെ. വല്യുഞ്ഞി പറഞ്ഞ പോലെ നടക്കൂ ചേച്ചി. ഈശ്വര, ആ ജയന്തി എങ്ങാനും അന്നത്തെ പോലെ പയ്യനെ തട്ടിക്കൊണ്ടുവരുന്നെങ്കി.
ഇതാരാ പുതിയ അവതാരം? നേരെ ഇങ്ങോട്ടാണല്ലോ. ഹലോ, നിക്ക്. ആരാ? എങ്ങോട്ടാ ഈ തള്ളി കേറുന്നേ? മാഡം, ഞാൻ ഓ, ഇതായിരുന്നോ? ചെല്ല് ചെല്ല്. ദാ ആരാ? അഖില മാഡം, ഇരിക്കെ. ഗുഡ് മോർണിംഗ് മാഡം. ഐ ആം സ്റ്റെല്ല. മോർണിംഗ്. ഓ, അഖിലയുടെ സെക്രട്ടറി പോസ്റ്റ് ആണല്ലേ? ആ കൃഷ്ണേട്ടാ, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യ്. വരൂ സ്റ്റെല്ല. മാഡം, ശിവരാമേട്ട, ആ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒറിജിനൽ ആണോന്ന് നോക്കിക്കോ. കണ്ടിട്ട് എനിക്കെന്തോ അങ്ങോട്ട് ബോധിച്ചില്ല. എന്തോ ഒരു പന്തികേട് പോലെ. നോക്കിയാ കൊള്ളാം. കുറച്ചുനാൾ ഈ ശല്യം ഇല്ലായിരുന്നു. വീണ്ടും തുടങ്ങിയിട്ടുണ്ട് താലപ്പൊലി എടുക്കല്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. അല്ല, ഇന്ന് നിശ്ചയാണെന്ന് അറിയില്ലായിരുന്നോ? പിന്നെ രാവിലെ എന്തിനാ ഈ ഫയലും ഒക്കെ തൂക്കി പിടിച്ച്? ഇത് ഇന്ന് തന്നെ ഒപ്പിടിക്കാനുള്ള അർജന്റ് ഫയൽസ് ആണ് മാഡം. ഗംഗയുടെ അച്ഛനും അമ്മയും വരുമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ഒറിജിനൽ ആയിരുന്നെങ്കിൽ എപ്പോഴേ എത്തിയന. ഇത് ഡ്യൂപ്ലിക്കേറ്റ്, വാടകയ്ക്ക് എടുത്തത്. ആഹാ, ഗംഗെ, അച്ഛനും അമ്മയും എന്താ വൈകുന്നേ? ആന്റി, അവർ എയർപോർട്ട് വരെ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. ശരി. പുതിയ അവതാരത്തെ കണ്ടോ? കണ്ടു കണ്ടു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗുഡ് മാഡം. മോർണിംഗ്. ആഹാ, നിശ്ചയ പെണ്ണ് റെഡിയായല്ലോ. മാഡം. ആ, അർജന്റ് ഫയൽസ് മാത്രം തന്നാ മതി. യെസ് മാഡം. അച്ഛനും അമ്മ ഇതുവരെ എത്തിയില്ലേ? ആ, അതാ ഞാനും ചോദിക്കാൻ വന്നത്. അവരെന്താ വൈകുന്നത്? ഇനി ഫ്ലൈറ്റ് ലേറ്റോ മറ്റോ ആണോ? അവരിപ്പോ വിളിച്ചു വെച്ചതേ ഉള്ളൂ ആന്റി. എയർപോർട്ടിൽ നിന്നും ഇങ്ങോട്ടുള്ള യാത്രയില്ല. ഓ, അപ്പൊ കേരളത്തിൽ ലാൻഡ് ചെയ്തു. കാർ അയച്ചില്ലേ? ടാക്സി എടുത്ത് വരാന്ന് പറഞ്ഞു അങ്കിൾ. അതെന്താ മോളെ അങ്ങനെ? കാർ അയച്ചുകൂടായിരുന്നോ? അത് സാരല്ല അങ്കിൾ.
നന്ദന എവിടെ? നന്ദനയും ജയന്തിയും കൂടി നേരത്തെ അമ്പലത്തിലേക്ക് പോയി. ഓ, നന്ദനയ്ക്കാണല്ലോ നിശ്ചയത്തിന്റെ നടത്തിപ്പ് ചുമതല. ആനന്ദേ, നിന്റെ മുഖത്ത് ഒരു ടെൻഷനും ഇല്ലല്ലോ. ഗംഗയായിട്ടുള്ള നിശ്ചയം നടക്കട്ടെ എന്നാണോ? ഈ നിശ്ചയം എന്ന് പറഞ്ഞ ജാതകങ്ങൾ പരസ്പരം കൈമാറുന്ന ചടങ്ങല്ലേ? അതിലൊരു ചതിയുണ്ട്. കല്യാണിയുടെ ജാതകത്തിൽ ചെറിയ മാറ്റം വരുത്തി കൃത്രിമമായി ഉണ്ടാക്കിയതാ ഗംഗയുടെ ജാതകം. ഫേക്ക് ജാതകം ഉണ്ടാക്കിയ അമ്മയെ പറ്റിക്കായിരുന്നു അവള്. സത്യമായി പറയുന്നേ? അതെ, പരമമായ സത്യം. गंगा बेटी, ഡാഡി. എന്താ മോളെ, സുഖല്ലേ? അമ്മേ, മോളെ നീ കുറച്ച് തടിച്ചല്ലോ അല്ലേ അനിലേട്ടാ? ഏയ്, നിനക്ക് തോന്നുന്നതാ. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം, നിങ്ങൾ വാ. ഹലോ ഹലോ, ഇരിക്കും. വൈകുമോ എന്ന ഭയമായിരുന്നു. യാത്രയൊക്കെ സുഖമായിരുന്നു. അതെ അതെ, ഈ തൃച്ചംബരവുമായി ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞത് ഇപ്പൊ വളരെ ഭാഗ്യമായി തോന്നുന്നു. ഞങ്ങളുടെ മരുമകനാകാൻ പോകുന്ന ആളെ കണ്ടില്ലല്ലോ. സുജാത, മാഡം, ആനന്ദിനെ വിളിക്ക്. ഗംഗയുടെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു എന്ന് പറയണം. ശരി മാഡം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആന്റി അറിയിച്ചാ പോരെ? അതോടെ തീർന്നിട്ടല്ലോ ഈ നിശ്ചയം. ഏയ് വേണ്ട, അതിന് സമയമായിട്ടില്ല. എടുത്തു ചാടി അബദ്ധമൊന്നും കാണിക്കണ്ട. സാർ, ആ എന്താ? ഗംഗാ മാഡത്തിന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ഓ, മാഡം സാറിനെ താഴേക്ക് വിളിക്കാൻ പറഞ്ഞു. വരാന്ന് പറഞ്ഞേക്ക. ശരി സാർ. മച്ചു, നിന്റെ ഭാവി അമ്മായി അച്ഛനെ അമ്മായിമ്മയും വന്നു എന്ന് പറഞ്ഞപ്പോ നീ എന്താ അവരെ കാണാൻ താല്പര്യമില്ലാത്ത പോലെ? ബ്രോ, അമ്മ വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ ഇനി അത് മതി അടുത്ത പ്രശ്നത്തിന്. വാ, താഴേക്ക് പോ. എനിക്ക് അമ്മായിയമ്മയില്ല, അമ്മായി അച്ഛൻ മാത്രമേ ഉള്ളൂ. ആ അമ്മായി അച്ഛൻ വരാൻ സമയമായിട്ടില്ല. വരട്ടെ, അപ്പൊ ഞാൻ പോവാം. അല്ലാതെ ഈ കണ്ണി കണ്ടവളുമാരുടെ അച്ഛനമ്മയൊക്കെ കാണാൻ ഞാൻ പോണ്ട കാര്യം എന്താ? അത് കലക്കി ബ്രോ, സൂപ്പർ. ഈ അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു.